റെസിപ്പിയാണ്. നമ്മുടെ നാടൻ രുചികളിൽ നിന്നും വ്യത്യസ്തമായ വിന്താലു റെസിപ്പി. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് ആണ് ചിക്കൻ വിന്താലുവിനുള്ളത്. ഒരു ഗോവൻ ഡിഷാണിത്. മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോർക്ക് അതുപോലെ തന്നെ ബീഫിലൊക്കെയാണ് മെയിൻ ആയിട്ടും വിന്താലു റെസിപ്പിയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വിന്താലുവിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നായിട്ട് എന്റെ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കമന്റ്സുകളും ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ കമന്റ്സുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് ഈ ചിക്കൻ വിന്താലു എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ചിക്കൻ വിന്താലു ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 650 ഗ്രാം ചിക്കൻ ആണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് ഈ ചിക്കൻ അതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 8 വലിയ വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്, ഉണക്കമുളക്. അത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അപ്പൊ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ എരിവുള്ളത് എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ തന്നെ കടുക്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മസാല ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിന്താലുവിന്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, അതുപോലെ തന്നെ ഒരു 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഓണിയൻ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയുടെ ബാക്കിയുള്ള മസാല നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിനി ഈ മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചുകൂടെ കൂടുതൽ എരിവ് വേണമെന്നൊക്കെ ഉള്ളവർക്ക് നമുക്ക് സവോള വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ 1-2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മസാല അരച്ചപ്പോൾ വിനാഗിരി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ പുളിരസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വരെയൊക്കെ വിനീഗർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ പച്ച ചൊവയൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അതിനുശേഷമേ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിന്റെ അടുത്ത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വിന്താലു ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഞാൻ അടച്ചു വെക്കുന്നില്ല, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിന്റെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വിന്താലു എന്ന് പറയുന്നത് ചെറിയൊരു പുളിരസമുള്ള ഒരു കറിയാണ്. അപ്പം വിനീഗറിന്റെ ടേസ്റ്റ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പുളിരസമൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉപ്പും പുളിയും ഇതെല്ലാം ബാലൻസ് ആവാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ
പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചിക്കൻ വിന്താലു റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ വിന്താലു റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഒരു രുചിയുള്ള അതുപോലെ നമ്മുടെ നാട്ടിൽ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു അത് കാണിക്കണ്ട പിന്നെ അവിടെ വെച്ച് എടുക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാലും വീഡിയോ എന്ന് പറയുന്നത്.